ആ എന്തായിരുന്നു പേരെന്തായിരുന്നു? ലത്തീഫ് കുറ്റിപ്പുറം. ലത്തീഫ് കുറ്റിപ്പുറം. ജഗള എന്ന് പറയുന്ന സിനിമയിലെ പ്രധാന ഒരു നായകനല്ലാത്ത വേഷം. അതെ, നായകൻ മുരളീധരൻ തന്നെയാണ്. അതെ അതെ. എന്നാലും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം ചെയ്ത വ്യക്തി. ഒരു രൂപത്തിനൊക്കെ വ്യത്യാസമുണ്ട്. അതിലൊരു കിടക്കാച്ചെളിന്റെ ഷൂട്ടിലാണ്. അതിന് ശങ്കരേട്ടൻ എന്ന കഥാപാത്രം ചിറങ്കിയിലെ ഷൂട്ട് എടുക്കുന്നത്. ലൊക്കേഷൻ അവിടെയാണ്. അപ്പൊ അതിനു വേണ്ടി എടുത്ത താടിയാണ്. എങ്ങനെയുണ്ടായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? അതിന് മുന്നേ വലിയ കണ്ണുള്ള മീനൊക്കെ ഒന്നും ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു ശ്രീദേവ് കപൂര്. ശ്രീദേവിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അങ്ങനെ ഷോർട്ട് ഫിലിം അവർ സിനിമയ്ക്ക് മാറ്റിയതാണ്. ഇവിടെ നന്നായി ചെയ്യാൻ പറ്റും. പിന്നെ അതിലൊക്കെ പിന്നിൽ ശ്രീദേവിന്റെ കരുത്തന്നെ ഇട്ടാ. ശ്രീദേവ് കണ്ടൊരു ഉസ്താദിനെ എന്നിട്ട് ആവാഹിക്കുക ചെയ്ത്. ശ്രീദേവ് കപൂര് പറഞ്ഞൊരു സാധനം ഞാൻ ആക്കി എന്നുള്ള കാര്യം ശ്രീദേവ് കപൂരിന് ബോധ്യ. നാണയിലും ശ്രീദേവ് കപൂർ അത് പറയുകയും ചെയ്തു. ലത്തീഫിന് അങ്ങനെ മെയിൻ കഥാപാത്രം കൊടുത്തപ്പോൾ ആളുകൾക്ക് ഇതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചു. പക്ഷെ ലത്തീഫ് അത് പൂർണ്ണമായി ചെയ്തെന്ന് കണ്ട ആളുകൾ മുഴുവൻ. തീർച്ചയായിട്ടും നല്ലൊരു പ്രധാനമുള്ള ഒരു വേഷം, നല്ല പ്രാധാന്യം അർഹിക്കുന്ന ഒരു നടൻ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആണല്ലേ? എന്തായിരുന്നു അതിൽ ചെയ്ത്? മനോരമയിൽ നല്ല പെർഫോമറായിട്ട് വന്നു. ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഷൂട്ട് കൊണ്ട് പോകാതിരിക്കുകയാണ്. ഒരു ചിരിയാണോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്ത് മഹേഷ് ഉണ്ട്. ആണല്ലേ? ഇവിടെ വന്ന് മഹേഷ് ശരിക്കുള്ള കലാകാരനാണ്. ഞാൻ പെർഫോം ചെയ്യാൻ എനിക്ക് കഴിയും. നല്ലൊരു കലാകാരനാണെന്ന് ജഗള കണ്ടവര് എല്ലാവരും പറയും. എന്തായാലും വിഷയം പറയാൻ കഴിയും. എന്തായാലും ജഗളയിലെ പ്രധാന വേഷം ചെയ്ത താങ്കളുടെ പേര്? ലത്തീഫ് കുറ്റിപ്പുറം. ലത്തീഫ് കുറ്റിപ്പുറത്തിന് ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.